ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു കിടിലൻ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടി ഞാൻ സാബുനരി ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലാക്കി വെച്ചതാണ്. പിന്നെ ഞാൻ എടുക്കുന്ന ഇത്രയും വണ്ണമുള്ള ഒരു ക്യാരറ്റ്, ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിന് വേണ്ട വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ നമ്മളെ ഭാഷയിൽ 4 ആണി വെല്ലം. പിന്നെ അതിന് വേണ്ടുന്നത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത് വറുത്തെല്ലാം ഇടുന്ന നമ്മൾ പായസത്തിന് ഇടൂല്ലേ നെയ്യിൽ. അപ്പോൾ പിന്നെ നെയ്യ്, ഏലക്കായേൻ്റെ പൊടി, ഇതെല്ലാം നമ്മളെ പായസത്തിന് വേണ്ടുന്നത്. ആവശ്യമാണെങ്കിൽ ടേസ്റ്റ് കൂടണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വേഗം ഞാൻ എന്ത് ചെയ്യട്ടെ, പാനെടുപ്പത്ത് വെച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലൊന്ന് വറുത്ത് കോരി എടുക്കട്ടെ ഞാൻ. ഓക്കെ, ഉറുമ്പുകളെല്ലാം പോകുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ മധുരത്തിൻ്റെ ഇതുകൊണ്ട് ഉറുമ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ. അപ്പോൾ ഇതാ ഗ്യാസ് കത്തിച്ച് ഞാൻ പാന് വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിക്കട്ടെ. നെയ്യ് വീഴുന്നുണ്ട്, കുറച്ചേ ഉരുകിയിട്ടുള്ളൂ, അതാണ് വീഴാൻ കുറച്ചൊരു പണി. അപ്പം നെയ്യ് ഒഴിച്ച് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ടു. ഇനി അതിനൊന്ന് ചോന്ന് വരുമ്പം വാങ്ങാം നമുക്ക്. ഏകദേശം ചോന്ന് വരുമ്പോൾ മുന്തിരിയും കൂടി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശമായി വന്ന് ഞാൻ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി ഇട്ടു. അപ്പോൾ ഇത് രണ്ടും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കോരി മാറ്റാം. അപ്പോഴേക്ക് ഞാൻ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതാ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇടിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റാണ് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ആ ക്യാരറ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ വേഗം അതും കോരി മാറ്റുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സാബുനരി റെഡിയാക്കലാണ്. സാബുനരി നമുക്കെന്നിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ നെയ്യിൽ കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടിത് മാറ്റി നമുക്ക് പ്ലേറ്റിലേക്കാക്കാം. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് നമ്മളെ സാബുനരി വേവിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പായസമാണ് ഗൈസ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. സൂപ്പർ, നല്ല കളർഫുൾ പായസം, ടേസ്റ്റി പായസം, ഹെൽത്തി പായസം. ഏകദേശം വാടി വരുന്നുണ്ട്. പിന്നെ ഇനി ലാസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാലും ഇന്ന് റെഡി ആയിക്കോളുമല്ലോ. ഒന്ന് വഴറ്റിയെടുക്കുകയേ വേണ്ടു. ഏകദേശമായി.
ഇനി ഇത് ഞാൻ കോരി മാറ്റട്ടെ. ഇനി നമുക്ക് നമ്മുടെ സാബൂനരിനെ വേവിച്ചെടുക്കാം. ഓക്കെ, ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇതാ അതവിടുന്ന് വേവട്ടെ. ഇനി വെന്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ സാബൂനരി എന്തായി നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടല്ലോ. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എടുക്കാം, ഒരുപാട് എടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ഈ ക്യാരറ്റിനെ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും കൂടി മിക്സായിട്ട് ഇതിൽ നിന്ന് നല്ല അടിപൊളിയായിട്ടാവട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ വെല്ലം ഉരുക്കി വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അടച്ചു വെക്കട്ടെ. ഓക്കെ, ഒന്ന് റെഡിയായി വരട്ടെ. രണ്ടും കൂടി ഒന്ന് മിക്സായി വരട്ടെ. എന്നിട്ട് നമുക്ക് കാണാം വെല്ലം. അതിൻ്റെ ശേഷം നമുക്ക് വെല്ലം ഒഴിക്കാം. അപ്പം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട് ഗൈസ്. എന്തായി എന്നറിയണ്ടേ നമുക്ക് നമ്മളെ പായസം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടിതാ നല്ല സാബൂനരിയും ക്യാരറ്റും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെല്ലം ഉരുക്കിയത് ഒഴിച്ച് ഇനി ഇതൊന്ന് കുറുകി വരണം. ഇതിൻ്റെ അകത്ത് ഈ വെല്ലവും ക്യാരറ്റ് സാബൂനരി ഇതെല്ലാം കൂടി മിക്സായി നല്ല അടിപൊളിയായിട്ട് കുറുകി വരണം. അതിൻ്റെ ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. അപ്പം ഞാൻ നോക്കട്ടെ ഗൈസ്, എൻ്റെ പായസം എന്തായെന്ന് നോക്കട്ടെ. കരണ്ട് വന്നാ നമ്മുടെ ക്യാരറ്റും സാബൂനരിയും കുറച്ചുകൂടി വഴന്ന് വരാനുണ്ട് വെല്ലം ഇതിൻ്റെ അകത്ത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാലെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ അതതിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ലേശം നേരം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ നോക്കട്ടെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതാ വരണ്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഞാനിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലൊന്നല്ല ഞാൻ ഒഴിക്കുന്നു. തേങ്ങക്കെല്ലാം ക്ഷാമമായ കാരണം ഞാൻ മിൽമ പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എത്രയാണോ വേണ്ടത് അത്രയും ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്ക് കുടിക്കേണ്ട പാകത്തിനുള്ള അത്രയും പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതാ ഇത്രയും മതി. ഇതിന് ഈലപ്പുറം കൊഴുക്കില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരു പാക്കറ്റ് മുഴുവനും വേണ്ടി വന്നിട്ടില്ല ഗൈസ്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കട്ടെ. പഞ്ചസാരയും കൂട്ടി പൊടിച്ച പൊടിയാണിതാ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഏലക്കായൻ്റെ രുചി ഉണ്ടാവും. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു നുള്ളു ഉപ്പ്. ഇപ്പം എല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കട്ടെ. അപ്പോൾ ഇതാ പാലെല്ലാം ഒഴിച്ചിട്ട് തിള വരുന്നുണ്ട്. ഇതാ
അപ്പോൾ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പാലെല്ലാം ചേർത്തോളൂ എല്ലാവരും. എനിക്കിപ്പോൾ ഒരു പാക്കറ്റ് പാൽ മുഴുവനും വേണ്ടി വന്നിട്ടില്ല, കുറച്ച് ബാക്കിയാണ്. കുടിക്കേണ്ട പാകത്തിനുള്ള കൊഴുപ്പിലാണുള്ളത് കണ്ട. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലോ. ഇനി ഇതിനും പുറമെ ഞാൻ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു സാധനവും കൂടി ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് വേണ്ടെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ചെയ്യണ്ട. കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ, അതാണിതാ. കുറച്ചൊന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ചേർക്കുക. അത് വേണ്ടിക്ക് ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമുക്ക് ടേസ്റ്റ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിന് ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അതാ ഇപ്പം എൻ്റെ പായസം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി സൂപ്പർ പായസം കണ്ടല്ലോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.